കൊല്ലം രൂപതയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവമാതാ ദേവാലയത്തിൽ ഈ വർഷത്തെ മരിയൻ തീർത്ഥാടനം ആരംഭിച്ചു. ഇടവ വികാരി ഫാദർ എഫ് അമൽരാജ് കൊടിയേറ്റ് കർമ്മം നടത്തി. തിരുസ്വരൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്ന പുല്ലിച്ചിറ അമലോത്ഭവമാതാവിന്റെ അത്ഭുതരൂപം ഭക്തർക്ക് വണങ്ങാൻ അവസരമൊരുക്കുന്നത് ഡിസംബർ 21 മുതലാണ്. തിരുനാൾ ദിനം ഡിസംബർ 22-ഉം തിരുനാൾ സമാപന ദിനം ഡിസംബർ 23-ഉമാണ്. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവമാതാ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ട് 20 വർഷം പൂർത്തിയാവുകയാണ്. തിരുനാൾ ആരംഭ ദിനത്തിൽ ഇടവികാരി ഫാദർ എഫ് അമൽരാജ് തിരുനാൾ കൊടിയേറ്റ് കർമ്മം നടത്തി. തുടർന്ന് കൊല്ലം രൂപത മുൻ മെത്രാൻ ഡോക്ടർ സ്റ്റാൻലി റോമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ സമാരംഭ ദിവ്യബലി നടന്നു. ഇടവക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 15-ന് രാവിലെ 9 മണിക്ക് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഉണ്ടായിരിക്കും. ഡിസംബർ 16 തുടങ്ങി 20 വരെ അതിരമ്പുഴ കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ ബിജിൽ ചാക്യത്തിന്റെ നേതൃത്വത്തിൽ ആന്തരിക സൗഖ്യ ധ്യാനം ഉണ്ടായിരിക്കും. ഡിസംബർ 21-ന് അമലോത്ഭവമാതാ തിരുസന്നിധിയിലെ സമർപ്പണ ദിനമാണ്. അന്നേ ദിവസം രാവിലെ 7 മണിക്ക് ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് കായൽ വെഞ്ചിരിപ്പ് കർമ്മവും നടക്കും. പുല്ലിച്ചിറ മാതാവിന്റെ കിരീടവും ജപമാലയുമായുള്ള പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് മാതാവിന്റെ തിരുസ്വരൂപം പീഠത്തിൽ പ്രതിഷ്ഠിച്ച് തിരുവാഭരണവും ചാർത്തും. തുടർന്ന് സന്ദേശവും പുല്ലിച്ചിറ മാതാവിന്റെ തിരുസ്വരൂപം ആനയിക്കും. രാവിലെ 10 മണിക്ക് റൈറ്റ് റവൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ തിരുനാൾ മഹോത്സവ പൊന്തിപ്പിക്കൽ ദിവ്യബലിയും പ്രദക്ഷിണവും പള്ളിപ്രഘോഷണവും ദിവ്യകാരന് ചുറ്റുമുള്ള തിരുസ്വരൂപ പ്രദക്ഷിണവും പുതിയ പ്രസിദ്ധ ദേന്തിയെ വാഴിക്കൽ ചടങ്ങും ഉണ്ടായിരിക്കും. ഡിസംബർ 23-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 8 മണിക്ക് സമാപന പരേതരായ പ്രസിദ്ധേന്തിമാർക്കുള്ള ദിവ്യബലിയും വൈകുന്നേരം 4 മണിക്ക് കൃതജ്ഞ ദിവ്യബലിയും ഉണ്ടായിരിക്കും. ഡിസംബർ 31-ന് വൈകുന്നേരം 5 മണിക്കുള്ള തീർത്ഥാടന സമാപന ദിവ്യബലിയോടുകൂടിയ തീർത്ഥാടന തിരുനാൾ സമാപിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തരെത്തി പുല്ലിച്ചിറ മാതാവിന്റെ അനുഗ്രഹം വാങ്ങുന്ന ദേവാലയമാണ് പുല്ലിച്ചിറ ദേവാലയം. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.